Hi all, welcome to Once. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിന്റെ സിലബസ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും വെയിറ്റേജ് ഉള്ള പേപ്പറാണ് ബേസിക് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻസ്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, BY127 ഈസ് എ ഡാഷ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് PNP ട്രാൻസിസ്റ്റർ, NPN ട്രാൻസിസ്റ്റർ, ട്രയാക് ആൻഡ് ഓപ്ഷൻ ഡി ഇസ് സെമികണ്ടക്ടർ ഡയോഡ്. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് BY127 എന്ന് പറയുന്നത് ഒരു ട്രാൻസിസ്റ്റർ ആണോ? ട്രാൻസിസ്റ്റർ ആണെങ്കിൽ അതേത് ട്രാൻസിസ്റ്റർ ആണോ? PNP ആണോ, NPN ആണോ, ഓർ അതൊരു ട്രയാക് ആണോ, ഓർ എൽസ് ഇറ്റ് ഇസ് എ ഡയോഡ് ആണോ എന്ന് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ സെമി കണ്ടക്ടർ ഡയോഡ്. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് എന്ത് ടൈപ്പ് ഓഫ് ഡയോഡ് ആണെന്ന്. ഓക്കെ, ലൈക്ക് അത് മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കൺ വെച്ചിട്ടാണോ കമ്പോണൻറ്റ് അത് യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത് ജെർമീനിയം ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നിന്ന് ജസ്റ്റ് ഒരു മോഡിഫൈഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് പറയുന്നത്? അത് ഡിനോട്ട് ചെയ്യുന്നത് ഈ B എന്ന് പറയുന്ന ടേം ആയിരിക്കും. ഓക്കെ, സോ B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇറ്റ് ഇസ് എ സിലിക്കൺ ഡയോഡ്. വേറാസ് ജെർമീനിയം ഡയോഡ് ആണെങ്കിൽ എന്തായിരിക്കും റെപ്രസെന്റേഷൻ? ജെർമീനിയം ആണെങ്കിൽ അതിന്റെ റെപ്രസെന്റേഷനിൽ വരുന്നത് A ഡിനോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ജെർമീനിയം ഡയോഡ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A device whose characteristics close to voltage sources. Okay, ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഡിവൈസ് ഫ്രം ദ ഫോളോയിങ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? Zener diode. Second one diac. C is triac. And the last one is FET. Okay, field effect transistor. എന്താണ് field effect transistor? Field effect transistor നമുക്കറിയാം it is a voltage controlled കറണ്ട് സോഴ്സ് ആണ് അല്ലേ? സോ നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ക്ലോസ് ടു വോൾട്ടേജ് സോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ FET. പിന്നെ ഉള്ള എന്താണ്? ട്രയാക്കും ഡയാക്കും. ട്രയാക്കും ഡയാക്കും നമ്മൾ കോമൺലി എന്തിനാണ്? AC പവർ കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ട്രയാക്കും ഡയാക്കും. സോ യു ക്യാൻ റൂൾ ഔട്ട് ദാറ്റ് ഓൾസോ. അപ്പം റിമൈനിങ് ഓപ്ഷൻ എന്താണ്? Zener diode. Zener diode ആണ് ഇറ്റ് ഇസ് ക്ലോസ് ടു എ വോൾട്ടേജ് സോഴ്സ്. നമുക്കറിയാം Zener diode നമ്മൾ വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് Zener diode, ഓപ്ഷൻ A. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ബ്രേക്ക് ഡൗൺ മെക്കാനിസം ഇൻ Zener diodes. ഓക്കെ, അഗെയിൻ Zener diode എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Zener diode വരുന്ന ബ്രേക്ക് ഡൗൺ മെക്കാനിസം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം Zener diode എന്ന് പറയുന്നതിൽ ഏതൊക്കെ ബ്രേക്ക് ഡൗൺ മെക്കാനിസംസ് വരും? ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്? Zener ബ്രേക്ക് ഡൗൺ. ഓപ്ഷൻ B എന്ന് പറയുന്നത് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ. C is tunneling and D is option A and B. Okay, so we all know Zener diode രണ്ട് മോഡ്സ് സപ്പോർട്ട് ചെയ്യും അല്ലെ? ബ്രേക്ക് ഡൗൺ മെക്കാനിസംസ് രണ്ടെണ്ണം പോസിബിൾ ആണ്. വൺ ഇസ് Zener ബ്രേക്ക് ഡൗൺ ആൻഡ് അതർ വൺ ഇസ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ. സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ D ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ എന്ത് ബേസിസിലാണ് നമ്മൾ ഈ ബ്രേക്ക് ഡൗൺ മെക്കാനിസം Zener ബ്രേക്ക് ഡൗൺ ആണ് അല്ലെങ്കിൽ അവലാഞ്ചി ബ്രേക്ക് ഡൗണിലാണ് നമ്മുടെ Zener diode വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത്? It is based on the condition that if the breakdown voltage VBR is less than or equal to 5 വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് പറയാം അത് വർക്ക് ചെയ്യുന്നത് Zener ബ്രേക്ക് ഡൗൺ മോഡിലായിരിക്കും. അതേപോലെ if VBR is greater than 5 വോൾട്ട് ആണെങ്കിൽ അവിടെ നടക്കുന്ന ബ്രേക്ക് ഡൗൺ മെക്കാനിസം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ മെക്കാനിസം. ഓക്കെ, next we will move to the next question. Question number 4. If doping level of crystal diode is increased. Okay, doping level നമ്മൾ കൂട്ടുകയാണെങ്കിൽ then the breakdown voltageന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡോപ്പിംഗ് കൂടുന്ന അനുസരിച്ച് നമുക്കറിയാം ഡോപ്പിംഗ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഇലക്ട്രോണും ഹോൾസിന്റെയും കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ? ഡോപ്പിംഗ് കൂടുന്ന അനുസരിച്ച് നമ്മുടെ ഇലക്ട്രോൺ ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കൂടും. അപ്പോൾ ഹോൾ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്
റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സോ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് പറയാം, ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അക്രോസ് പറയുന്നത് അതും ഡിക്രീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതൊക്കെയാണ്? ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇൻക്രീസസ് ആണ്. അതല്ല, എന്താ അപ്പം നമ്മൾ പറഞ്ഞ അനുസരിച്ച് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കുറയുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ബി എന്താണ്? ഡിക്രീസ്. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, നോ ചേഞ്ച് അല്ല ആൻസർ, അതേപോലെ ഇൻക്രീസും അല്ല ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് വെച്ചാൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടുന്നതനുസരിച്ച് എന്ത് പറ്റും? ഡിപ്ലീഷൻ വിഡ്ത്ത് കുറയുവാണ് ചെയ്യുന്നത്. സോ വിഡ്ത്ത് കുറയുമ്പോഴത്തേക്കും നമ്മുടെ അവിടെയുള്ള ബ്രേക്ക് ഡൗൺ വോൾട്ടേജും അത് കുറയുവാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടൈപ്പ് ഓഫ് കോഡ് ഇസ് BZ-C9V1. വാട്ട് ഇസ് ബി? ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യന് ബി എന്താണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഈ തന്നിരിക്കുന്ന കോഡിൽ ബി എന്താണ്? നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ഇസ് ജെർമീനിയം, ഓപ്ഷൻ ബി ഇസ് സിലിക്കൺ, ഓപ്ഷൻ സി ഇസ് കാർബൺ ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബോറോൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇതെന്ന് പറയുന്നത് എന്താണ്? This is actually a diode. എന്ത് ടൈപ്പ് ഓഫ് ഡയോഡ് ആണ്? ഇറ്റ് ഇസ് Zener diode. ഓക്കെ, അപ്പോൾ ഈ Z റെപ്രസെന്റ് ചെയ്യുന്നത് ഇറ്റ് ഇസ് എ Zener diode എന്നാണ് ഈ Z റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ Zener diode ബി എന്ന് പറയുന്നത് എന്താ ഡിനോട്ട് ചെയ്യുന്നത്? ഇറ്റ് ഡിനോട്ട്സ് ഇറ്റ് ഇസ് സിലിക്കൺ. ഓക്കെ, ദെൻ വാട്ട് ഇസ് സി? ഈ സി എന്ന് പറയുന്നത് എന്ത് വരും? സി ആക്ച്വലി റെപ്രസെന്റ്സ് ദ ടോളറൻസ്. ഓക്കെ, നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു എക്സാം, ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൽ നടന്ന എക്സാമിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് അല്ലേ? ആ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതിൽ ചോദിച്ചത് വാട്ട് ഇസ് സി എന്നാണ് ചോദിച്ചത്. വാട്ട് ഡസ് സി സ്റ്റാൻഡ്സ് ഫോർ എന്നാണ് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഇസ് ബി ആ ചോദിച്ചിട്ടുള്ളത്. സോ ബി നമുക്കറിയാം, അപ്പോൾ പറഞ്ഞു ഇറ്റ് ഇസ് സിലിക്കൺ. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി, സിലിക്കൺ. സി ഞാൻ പറയാം, സി എന്ന് പറയുന്നത് ടോളറൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈ 9V1 എന്ന് പറയുന്നത് എന്ത് വരും? 9V1 റെപ്രസെന്റ്സ് ദ വോൾട്ടേജ് റേറ്റിംഗ്. അപ്പോൾ ഇത് ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ? 9.1 എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ 9.1 ആണ് അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ഫിഫ്ത് ക്വസ്റ്റ്യൻ. ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Resistance of a diode is dash when forward biased. Forward bias ചെയ്യുന്ന സമയത്ത് ഒരു ഡയോഡിന്റെ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്കറിയാം, ഫോർവേഡ് ബയസ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ കൂടി കറണ്ട് ഫ്ലോ ഉണ്ട്. അപ്പോൾ കറണ്ട് ഫ്ലോ കറക്റ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? റെസിസ്റ്റൻസ് വാല്യൂ വിൽ ബി മിനിമം. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, മിനിമം. നമുക്ക് 0 എന്ന് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഡയോഡ് ഐഡിയൽ കേസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ അത് ഐഡിയൽ ഡയോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 0 എന്ന് പറയുന്ന ആൻസർ മാർക്ക് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ ഐഡിയൽ ഡയോഡ് എന്ന് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മിനിമം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു എ ജംഗ്ഷൻ ഡയോഡ് without damaging is. Option A എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ഓപ്ഷൻ ബി ഇസ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്, ഓപ്ഷൻ സി PIV. എന്താണ് PIV എന്ന് പറയുന്നത്? PIV മീൻസ് ഇറ്റ് ഇസ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് പവർ റേറ്റിംഗ്. നമുക്കറിയാം എന്താണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിന്റെ ഡെഫിനേഷൻ. റിവേഴ്സ് സ്റ്റേറ്റിൽ റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ദ മാക്സിമം വോൾട്ടേജ് ദ ഡയോഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് വെൻ ഇറ്റ് ഇസ് റിവേഴ്സ് ബയസ്ഡ് എന്നുള്ളതാണ് ആക്ച്വലി ഈ PIV, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിന്റെ ഡെഫിനേഷൻ. അത് തന്നെയല്ലേ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. റിവേഴ്സ് വോൾട്ടേജിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ജംഗ്ഷൻ ഡയോഡ് സപ്പോർട്ട് ചെയ്യുന്ന മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് വിത്തൗട്ട് ഡാമേജിങ് ദ ഡിവൈസ്. അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, peak inverse voltage. Next question. Conductivity of metals depends upon. Okay, conductivity, metals inde conductivity എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കിയാലോ. നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്, റെസിസ്റ്റൻസ് ഓഫ് മെറ്റൽ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഓൾ ദ എബവ്. ഓക്കെ, സോ എന്താണ് കണ്ടക്ടിവിറ്റി? ഒരു മെറ്റലിന്റെ കണ്ടക്ടിവിറ്റി അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആക്ച്വലി വാലൻസ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, വാലൻസ്, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ കണ്ടക്ടിവിറ്റി. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ്?
ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ്. ദ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. സപ്പോസ് അത് ഓപ്ഷനിൽ വേണമെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസും ചോദിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഫ്രീ ഇലക്ട്രോൺസ് സെയിം ആസ് വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. സപ്പോസ് ഈ ക്വസ്റ്റ്യനിൽ കണ്ടക്ടിവിറ്റിക്ക് പകരം റെസിസ്റ്റിവിറ്റി ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിലോ, റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റൽ എന്ന് പറയുന്നത് എന്തിനെയാ ഡിപ്പെൻഡ് ചെയ്യുക? റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റൽ ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ ആൻസർ വിൽ ബി ദ നേച്ചർ ഓഫ് മെറ്റീരിയൽ. ഓപ്ഷൻ എ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടക്ടിവിറ്റിക്ക് പകരം റെസിസ്റ്റിവിറ്റി ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ഇസ് ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ കണ്ടക്ടിവിറ്റി ആയതുകൊണ്ട് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ ഡിപ്ലീഷൻ റീജിയൻ ഓഫ് സെനർ ഡയോഡസ്. ഓക്കെ, ഡിപ്ലീഷൻ റീജിയൻ ആണ് ചോദിച്ചിട്ടുള്ളത് സെനർ ഡയോഡ് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, സെനർ ഡയോഡ് നമുക്കറിയാം. സെനർ ഡയോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹെവിലി ഡോപ്ഡ് ഡിവൈസ്. ഓക്കെ, സോ സെനർ ഡയോഡ് ഇസ് ഹെവിലി ഡോപ്ഡ്. അപ്പൊ ഹെവിലി ഡോപ്ഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡോപ്പിംഗ് ഹെവി ആണെങ്കിൽ എന്ത് പറ്റും? ആ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്, ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. അപ്പൊ അങ്ങനെ എന്താ ചോദിച്ചത്? നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താ? ഡിപ്ലീഷൻ റീജിയനെ പറ്റിയിട്ടാണ്. അപ്പൊ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് വെരി തിൻ. ഓക്കെ, ഇത് മീൻ ചെയ്തിരിക്കുന്നത് ഡിപ്ലീഷൻ റീജിയൻ ഓഫ് ദ സെനർ ഡയോഡ്. ഓക്കെ, അപ്പൊ അതിന്റെ വിഡ്ത്ത് ആണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് വെരി തിൻ. ഓക്കെ, ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1N4007 is a semiconductor diode. What is IN? ഓക്കെ, അപ്പൊ തന്നിരിക്കുന്നത് ഒരു സെമി കണ്ടക്ടർ ഡയോഡ് ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് തന്നിരിക്കുന്നതിൽ 1N എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 1N4007 ആക്ച്വലി ഇറ്റ് ക്യാൻ ബി 1N400X. അപ്പൊ ഈ എക്സ് വാല്യൂ ക്യാൻ ബി എനി വാല്യൂ ഫ്രം, വേണമെങ്കിൽ അത് 1 ആകാം, 2 ആകാം. ഓക്കെ, തന്നിരിക്കുന്നത് 7 ആണ്. അപ്പൊ അത് ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത് വോൾട്ടേജ് റേറ്റിംഗ് ആണ്. വോൾട്ടേജ് റേറ്റിംഗ് മാറുന്ന അനുസരിച്ച് ആ സീരീസിന്റെ നമ്പറിൽ ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾക്ക് വേണ്ട എന്താണ്? 1N ആണ്. അപ്പൊ ആക്ച്വലി 1N റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് റെപ്രസെന്റ്സ് ദ ജംഗ്ഷൻ, നമ്പർ ഓഫ് ജംഗ്ഷൻസ്. അപ്പൊ ഇതില് ഇറ്റ് ഇസ് സിംഗിൾ PN ജംഗ്ഷൻ. ഇപ്പൊ 1 റെപ്രസെന്റ് ചെയ്യുന്നത് 1N എന്ന് പറയുന്നത് നമ്മുടെ PN ജംഗ്ഷന്റെ നമ്പർ ആണ്. സോ 1 സിംഗിൾ PN ജംഗ്ഷൻ ആണ്. ഇപ്പൊ സപ്പോസ് ഇവിടെ 2N ആയിരുന്നെങ്കിൽ, 2N എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? 2 ജംഗ്ഷൻസ് ഉണ്ട്. ഇപ്പൊ 2 ജംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അത് എന്ത് ഡിവൈസ് ആയിരിക്കും? ഇറ്റ് വിൽ ബി എ ട്രാൻസിസ്റ്റർ. ഓക്കെ, 2N റെപ്രസെന്റേഷൻ, 2N മീൻസ് 2 ജംഗ്ഷൻസ് ഉണ്ട്. 2 ജംഗ്ഷൻസ് കോമൺലി വരുന്നത് ട്രാൻസിസ്റ്ററിനാണ്. ഓക്കെ, അപ്പൊ എന്ത് പറയും? നമ്മുടെ സെമി കണ്ടക്ടർ ഡയോഡിന് പകരം അത് ട്രാൻസിസ്റ്ററിനെ ആയിരിക്കും അപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? 1N4007 സെമി കണ്ടക്ടർ ഡയോഡ് ആണ്. ആ 1N റെപ്രസെന്റ് ചെയ്യുന്നത് സിംഗിൾ ജംഗ്ഷൻ, സിംഗിൾ PN ജംഗ്ഷൻ ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയതാണ്. മൊഡ്യൂൾ 2 ആയിരുന്നു സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് എന്നുള്ള മൊഡ്യൂളിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത സെഷനിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.